ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് പ്രനൗൺ ആയിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും സംശയം വരുന്നതാണ് ഐ, മീ, മൈ, മൈസെൽഫ്, മൈൻ, അല്ലെ? ഐയുടെ ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും സംശയം വരുന്നതാണ്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇതെന്താണെന്നും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതെല്ലാം എന്താണ്? പ്രനൗൺ ആണ്, അല്ലെ? ഇതെല്ലാം നമ്മൾ പ്രനൗണിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ മൈൻ മാത്രം നമ്മൾ പഠിച്ചില്ല, ബാക്കിയെല്ലാം നമ്മൾ പ്രനൗണിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അല്ലെ? എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞിരുന്നു ഐ, നിങ്ങളുടെ നോട്ട് ബുക്കും എടുത്തോളൂ, അല്ല പെന്നും ബുക്കും എടുത്തോളൂ, എഴുതുക കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ എന്നും അർത്ഥമുണ്ട്, എനിക്ക് എന്നും അർത്ഥമുണ്ട്. ഐക്ക് എഴുതി വെക്കുക നിങ്ങൾ. മീ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എനിക്ക് എന്ന അർത്ഥവും ഇവിടെയുണ്ട്, മീക്കുണ്ട്. എനിക്ക്, എന്നെ, എന്നോട്, ഈ ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പൊ മൈ, എൻ്റെ ഒപ്പം നിങ്ങൾ എഴുതുന്നുണ്ട്. മൈ നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ. മൈസെൽഫ്, മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഞാനാണ്, മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നാണ് അർത്ഥം. ചിലപ്പോൾ നമ്മളിവിടെ എനിക്കായി എന്നും ഉപയോഗിക്കും. ഞാൻ തന്നെ എന്ന് പറയും, എനിക്കായി എന്ന് പറയും, ചിലവരുടെ സംസാരം പോലെ. അല്ലെങ്കിൽ തന്നെ എന്തെന്ന് പറയാം? എന്നെ തന്നെ എന്നും നമുക്ക് പറയാം. എന്നെ തന്നെ എന്നും പറയാം. ഇനി മൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ്, പക്ഷെ മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേതാണ് എന്നാണ്. എൻ്റേത് എന്നാണ് അർത്ഥം. എൻ്റേത്, ഇത് എൻ്റെ, ഇത് എൻ്റേത്. ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതണമെങ്കിൽ എൻ്റേതാണ് എന്ന് എഴുതുക. എൻ്റേതാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം എഴുതുമ്പോൾ നിങ്ങൾ ഇവിടെ തിരിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല, അല്ലെ? ഒന്നുകൂടി ഞാൻ പറയാം. ഐ ഞാൻ, എനിക്ക്. മീ എനിക്ക്, എന്നെ, എന്നോട്. മൈ എൻ്റെ. മൈസെൽഫ് ഞാൻ തന്നെ, അല്ലെങ്കിൽ എനിക്കായി, എന്നെ തന്നെ എന്നൊക്കെ അർത്ഥം, ഞാൻ തന്നെ. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്, എൻ്റേതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. എന്താണ്? ഞാൻ വിളിച്ചു. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഞാൻ വിളിച്ചു, ഞാനല്ലേ? അപ്പോ ഐ വിളിച്ചു എന്ന് പറയാൻ എന്താ? കോൾഡ്. എന്താണ്? ഐ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു. ഈ ഐ ഞാൻ പറഞ്ഞ എന്താണ്? സബ്ജക്റ്റ് പ്രനൗൺ ആണ്. ഐ കോൾഡ്, ഞാൻ വിളിച്ചു. ഇനി ഞാൻ പറയാണ്, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങി എന്നെങ്ങനെ പറയും? ഐ ഉറങ്ങി, സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങി. ഇതെല്ലാം എന്താണ്? സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. ഇനി മീ, മീ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയും എനിക്ക്, എന്നെ, എന്നോട്. അപ്പൊ ഇവിടെ നമ്മൾ എനിക്ക് എന്നുള്ളത് ആദ്യം മീ എടുക്കുകയാണ്. എന്താണ്? കോൾഡ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന വേർബ്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക്, എന്നെ വിളിക്കൂ എന്നെങ്ങനെ പറയും? എന്നെ വിളിക്കൂ എന്നെങ്ങനെ പറയും? കോൾ മീ, എന്നെ. ഇനി എന്നെ വിളിച്ചു എന്നാണെങ്കിലോ? കോൾഡ് മീ. ഇവിടെ എല്ലാം എന്താ വന്നത്? എന്നെ വിളിച്ചു, കോൾഡ് മീ. എന്നെ വിളിക്കൂ, കോൾ മീ. ഇനി എനിക്ക്, എനിക്കെന്ന് പറയാൻ നമുക്ക് എന്ത് പറയാം? എനിക്ക് താ, അല്ലെങ്കിൽ എനിക്ക് തരൂ. എനിക്ക് തന്നു, തരിക എന്ന് പറയുന്ന വേർബ് വി. അപ്പൊ എനിക്ക്, തരൂ എന്ന് പറയാൻ എന്താ? ഗീവ്. ഗീവ്, എനിക്ക്, ഗീവ് മീ. എനിക്ക് തരൂ. എനിക്ക് തന്നു, ഗീവ് എന്തായി മാറും? ഗ മീ. എനിക്ക് തന്നു. കോൾ മീ, ഈ ഒരു അർത്ഥം എന്താ? എന്നെ വിളിക്കൂ. എനിക്ക് വിളിക്കൂ എന്നല്ലല്ലോ, എന്നെ വിളിക്കൂ. എനിക്ക് തരൂ, എന്നെ വിളിച്ചു. ഇവിടെ അർത്ഥം എന്നെ എന്നാണ്. ഈ ഒരു സെന്റൻസിൽ അർത്ഥം എന്നെയാണ്.
അപ്പൊ എനിക്ക് തന്നു, ഇവിടെ അർത്ഥം എനിക്ക്. ഇതെന്താണ്? ഓരോ സെന്റൻസിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ പോലെ ഇരിക്കും മീയുടെ ഉപയോഗം. ഇനി എന്നോട്, എന്നോടെന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്നോട് ചോദിക്കൂ അല്ലേ, നമുക്ക് ചോദിക്കാം അല്ലെ. ആസ്ക് മീ, എന്നോട് ചോദിക്കൂ. ആസ്ക് മീ. ഇവിടെ എന്താണ് അർത്ഥം? സത്യത്തിൽ ഇവിടെ എല്ലാം മീ തന്നെയാണ്. പക്ഷെ എന്താണ്, ഓരോ വേർബ് വന്നപ്പോഴും ഇവിടെ ഈ അർത്ഥം മാറിയെന്നേ ഉള്ളൂ. ആസ്ക് മീ, എന്നോട് ചോദിക്കൂ. എന്നോട് ചോദിച്ചു എന്നാണെങ്കിലോ ആസ്ക്ഡ് മീ. ഇവിടെ എന്താണ് അർത്ഥം വന്നിരിക്കുന്നത്? എന്നോട്. ക്ലിയർ ആയല്ലോ? അതായത് മീ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മീ ആണ്. എന്താണ് പക്ഷെ എന്താ പ്രശ്നം? എന്താ വന്നിരിക്കുന്നത്? ഓരോ വേർബിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് മീയുടെ അർത്ഥം മാറും. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം? എനിക്ക്, എന്നെ, എന്നോടോ എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പൊ ഇനി നമ്മൾ അടുത്തത് മൈ. മൈ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെന്നാണ്? ദിസ് ഈസ് മൈ പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് മൈ പെൻ. ഇത്, ദിസ്, ഇത്, ഈസ് ആണ്, മൈ എൻ്റെ, പേന ആണ്. ദിസ് ഈസ് മൈ പെൻ, ഇത് എൻ്റെ പേനയാണ്. അപ്പോ നമ്മളിവിടെ മൈൻ ചേർത്ത് ഇനി പറയാൻ പോകുവാണ്. മൈൻ ചേർത്ത് എങ്ങനെ പറയണം? ഈ പേന എന്റേതാണ് എന്ന് വേണം പറയാൻ. എങ്ങനെ പറയണം? ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത് എന്റെ പേനയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ബുക്കിൽ മലയാളം എഴുതി വെക്കുക. ദിസ് ഈസ് മൈ പെൻ, ഇത് എന്റെ പേനയാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പറയണം ഇത്, ഈ പേന എന്റേതാണ് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? ദിസ് പെൻ ഈസ് മൈൻ. ദിസ് പെൻ ഈസ് മൈൻ, എന്റേതാണ് ഈ പേന. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ദിസ് ഈസ് മൈ പെൻ, ഇത് എന്റെ പേനയാണ്. മൈ. അപ്പൊ ഇനി ഞാൻ പറയുന്നത് എന്താണ്? ഈ പേന എന്റേതാണ്. ദിസ് പെൻ ഈസ് മൈൻ. അപ്പോ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? മൈ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നൗൺ കൊടുത്തു. അത് നിങ്ങൾ എഴുതി വെക്കൂ. മൈ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നൗൺ കൊടുത്തു. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? മൈൻ എവിടെയാണ് ഉപയോഗിച്ചത്? സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ഉപയോഗിച്ചത്. മൈ ഉപയോഗിച്ചാൽ അതിനുശേഷം നൗൺ കൊടുത്തു. പക്ഷേ മൈൻ നമ്മൾ സെന്റൻസിന്റെ അവസാന ഭാഗത്താണ് ഉപയോഗിച്ചത്. അപ്പൊ അത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ ദിസ് ഈസ് മൈ പെൻ, ഇത് എന്റെ പേനയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ദിസ് പെൻ ഈസ് മൈൻ, ഇത് എന്റേതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് മൈസെൽഫ്. മൈസെൽഫ് ആണ് ഇനി പ്രശ്നം. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നൊക്കെയാണ്. എനിക്കായി എന്നൊക്കെ ചിലപ്പോൾ പറയും എന്നൊക്കെയാണ് അർത്ഥം വരിക. അപ്പൊ ഇനി ഞാൻ പറയാണ് ഞാൻ തന്നെയാണ് എഴുതിയത്. ഞാൻ തന്നെയാണ് എഴുതിയത്. നിങ്ങൾ മലയാളം എഴുതി വെക്കൂ. ഞാൻ ഇവിടെ എഴുതുവാണേ. ഓക്കെ, ഞാൻ തന്നെയാണ് എഴുതിയത്. ഇതൊന്ന് നിങ്ങളൊന്ന് സെന്റൻസ് ആക്കാൻ പറ്റുമോ നോക്കൂ. ഞാൻ തന്നെയാണ് എഴുതിയത്. എഴുതിയോ? എങ്ങനെ എഴുതി? ഇപ്പൊ ഞാൻ തന്നെ എന്ന് കണ്ടപടിയാ നിങ്ങൾ എന്ത് ചെയ്തു? മൈസെൽഫ് റോട്ട് എന്ന് എഴുതി അല്ലെ? ഞാൻ തന്നെയാണെന്ന് കണ്ടപടിയാ നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടാവും? കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എങ്ങനെയാണ്? മൈസെൽഫ്, ഞാൻ തന്നെ എന്ന് പറയാൻ മൈസെൽഫ് എന്നല്ലേ വേണ്ടത്? എഴുതി, റൈറ്റ്, റോട്ട് എന്നല്ലേ എഴുതേണ്ടത്? ഇങ്ങനെ എഴുതി. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ത് ചെയ്യേ? നമുക്ക് ഇംഗ്ലീഷ് എഴുതണമെങ്കിൽ എന്താണെങ്കിലും എന്ത് വേണം? സബ്ജക്റ്റ് വേണം അല്ലെ? ഇത് സബ്ജക്റ്റ് ആണോ? ഇത് സബ്ജക്റ്റ് അല്ല. മൈസെൽഫ് എന്താണ്? പ്രനൗൺ ആണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഐ വരണം അല്ലെ? അപ്പൊ ഇത് തെറ്റാണ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. എങ്ങനെയാ? ഞാൻ, ഐ വേണം. ഇനി എന്താണ്? തന്നെയാണ്. ഇങ്ങനെ എഴുതാ. ഐ
myself wrote it. I myself wrote it. I myself wrote it. ഞാൻ തന്നെയാണ് എഴുതിയത്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും എഴുതാം. I wrote it myself. അങ്ങനെയും എഴുതാം. ഞാൻ തന്നെയാണ്. I myself wrote it എന്നും എഴുതാം. ഇവിടെ എഴുതി കാണുവോ? ഓക്കെ. അല്ലാണ്ട് നമുക്ക് എങ്ങനെയും എഴുതാം. I wrote it myself. അങ്ങനെയും എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? I myself wrote it. ഞാൻ തന്നെയാണ് എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇനി സംശയം നിങ്ങൾക്കുണ്ടോ? ഒരിക്കലും സംശയം വരരുത്. I ഞാൻ, എനിക്ക്, me എനിക്ക്, എന്നെ എന്നോട്, my എൻ്റെ, myself ഞാൻ തന്നെ, mine എന്റേത്. ഈ അർത്ഥം നിങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് സെന്റൻസ് ആക്കി നോക്കാം. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടോ, മനസ്സിലാകാത്തോ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ സെന്റൻസുകൾ നോക്കുക. ഞാനിത് മായ്ച്ചു കളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കി ചെയ്യാം. അവൻ എനിക്കാണിത് തന്നത്. അവൻ എനിക്കാണിത് തന്നത്. എങ്ങനെ പറയുക? അവൻ എനിക്കാണിത് തന്നത്. എങ്ങനെയാണ്? അവൻ, ഹി. എനിക്കാണെന്നല്ല ഇനി നമുക്ക് എഴുതേണ്ടത്, അവസാന ഭാഗത്തേക്ക് പോകണം. തന്നത്, ഹി ഗവ് ഇറ്റ്. എനിക്കാണ്. ഇതിനകത്ത് ഏതാ എനിക്കാണ് എന്നുള്ളത്? എനിക്ക് അല്ലെ? മീ. ഗീവ് ഇറ്റ് ടു മീ. എന്തിനാ ഇവിടെ ടു ചേർത്തേ? പലരും ഇവിടെ ഫോർ പോരെ എന്ന് വിചാരിക്കും. അല്ല, നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലെ? അവന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മൾ ടു ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഫോർ അല്ല, നമ്മൾ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഹി ഗവ് ഇറ്റ് ടു മീ. അവൻ എനിക്കാണ് തന്നത്. അപ്പോ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചൊരു സംശയം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഈ ആണ് എന്ന് പറയാനുള്ള ഈസ് എവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചിലവർക്ക് സംശയം വന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ എനിക്കാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈസാ മാറുന്നാണ്. അപ്പോ ഈ ആണ് എന്ന് പറയാനുള്ള വാക്ക് ഇവിടെ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതെന്താണ്? അത് അവൻ എനിക്കിത് തന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയും നമുക്ക് പറയാം. അവൻ എനിക്ക് ഇത് തന്നു എന്ന് നമുക്ക് പറയാം. അവൻ എനിക്കാണ് ഇത് തന്നത് എങ്ങനെയും പറയാം. ഇത് നമ്മൾ സംസാരിക്കണ പോലെ ഇരിക്കും. ഇവിടെ ഇനി ആണ് എന്ന് പറയാൻ ഒരു വാക്ക് ഇനി ഇവിടെ ഇല്ല. ഇത് ഒന്നിച്ചാണ് ഉള്ളത്. അപ്പൊ എന്താണ്? ഹി ഗവ് ഇറ്റ് ടു മീ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് മീ ആണ്, എനിക്ക് എന്ന് പറയാൻ. എഴുതിയവർക്ക് ശരിയായോ? നെക്സ്റ്റ്, എനിക്കിത് വേണം. എനിക്കിത് വേണം. ഇവിടെ എനിക്ക്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഇവിടെ എനിക്കെന്ന് പറയാം മീ അല്ല, നമുക്ക് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഐക്ക് എന്തെന്ന് അർത്ഥമുണ്ട്? ഞാനെന്നും അർത്ഥമുണ്ട്, എനിക്കെന്നും അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഐ എഴുതി. അത് വേണം, എനിക്കിത് വേണം. ഐ വാണ്ട് ഇറ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താ? ഐ, എനിക്ക്. ഈ എനിക്കിവിടെ സബ്ജക്റ്റ് ആണ്. ഐ വാണ്ട് ഇറ്റ്. എനിക്കിത് വേണം. ഇനി ഇവിടെ ചിലവർ നീഡ് ഉപയോഗിച്ചവരുണ്ടാവും. വാണ്ട് നീഡ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത ദിവസം പറഞ്ഞു തരാം കേട്ടോ. ഐ വാണ്ട് ഇറ്റ്. ഇനി ഞാനിത് എനിക്കായി വാങ്ങിയതാണ്. ഞാനിത് എനിക്കായിട്ട് വാങ്ങിച്ചതാണ്. ഞാനിത് എനിക്കായിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ എനിക്കായി എന്ന് പറയാൻ ഇവിടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? മൈസെൽഫ് അല്ലെ? ഇത് ഞാൻ എനിക്കായി വാങ്ങിച്ചതാണ്. ഞാൻ എനിക്കായി എന്ന് പറയാൻ എന്താ? വാങ്ങിയത്. വേർബ് വേണം. ഐ ബോട്ട് ഇറ്റ്. എനിക്കായി. ഫോർ മൈസെൽഫ്. ഇപ്പൊ അവിടെ മൈസെൽഫ് വന്നത് എവിടെയാ? അവസാനമല്ലേ വന്നത്. അപ്പൊ നോക്കൂ, ഐ ബോട്ട് ഇറ്റ് ഫോർ മൈസെൽഫ്. ഇത് എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് വേണ്ടി തന്നെ, അല്ലെങ്കിൽ എന്താണ്? ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. ഐ ബോട്ട് ഇറ്റ് ഫോർ മൈസെൽഫ്. ഇത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ മൈസെൽഫ് ഈ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ചില സെന്റൻസുകളിലേ അങ്ങനെ പറ്റുള്ളൂ. ഈ സെന്റൻസ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതെന്താണ്? ഓരോ സെന്റൻസിന്റെ വ്യത്യാസം പോലെ ഇരിക്കും. അതുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത്, ആ കാർ എന്റേതാണ്. ആ കാർ എന്റേതാണ് എന്നെങ്ങനെ പറയും? ആ
കാർ എങ്ങനെ പറയും? ദാറ്റ് ഈസ് മൈ കാർ. അങ്ങനല്ല, ആ കാർ എന്റേതാണ്. ദാറ്റ് കാർ ഈസ് മൈൻ, എന്റേതാണ്. ദാറ്റ് കാർ ഈസ് മൈൻ, എന്റേതാണ്. അവൻ എൻ്റെ സുഹൃത്താണ്. എങ്ങനെ പറയും? ഹീ, ഇവിടെ എന്റെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ ഇനി നമുക്ക് പറയണം ആ സുഹൃത്ത് എന്റേതാണ് എന്ന് പറയണെങ്കിലോ, എന്റേതാണെങ്കിൽ ഈസ് മൈൻ, എന്റേതാണ്. ഈസ് മൈൻ, എന്റേതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഐ, ഞാൻ, എനിക്ക്, മീ, എനിക്ക്, എന്നെ, എന്നോട്, മൈസെൽഫ്, എൻ്റെ, മൈ, എൻ്റെ, മൈസെൽഫ്, ഞാൻ തന്നെ, എനിക്കായി, എന്നെ തന്നെ, മൈൻ, എന്റേത്, എന്റേതാണ്. അപ്പോ നിങ്ങൾ നോക്കൂ, ഞാനൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോ ഐയുടെ കാര്യം മാത്രമാണ് പഠിച്ചത്. നമുക്ക് കുറേ സബ്ജക്റ്റ് ഉണ്ട്. ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സബ്ജക്റ്റ് ഉണ്ട് ഇല്ലേ? അപ്പൊ അതല്ല, നിങ്ങൾ ഇങ്ങനെ സെന്റൻസ് ആക്കി നോക്കുക. അതിന് ഞാൻ വേറെ ഇതാണ് നമുക്ക് സംശയം വരുന്ന ഒരു കാര്യം. ഇനി മൈനിൻ, ഐക്കാണ് നമ്മൾ മൈൻ എന്ന് പറഞ്ഞത് അല്ലെ? അപ്പോ ഐ, യു എന്തായി മാറും? യു എന്ന സബ്ജക്റ്റ് മൈൻ പോലെ എന്താകും? നിങ്ങൾ എഴുതി വെച്ചോ. എന്താകും? യുവേഴ്സ്. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അപ്പൊ യുവേഴ്സ് എന്താവും? നിങ്ങളുടെ തന്നെ. ഇത് എന്റേതാണെന്ന് പറയാൻ ഉപയോഗിച്ചപ്പോ യുവേഴ്സ് എന്തായി? നിങ്ങളുടെ തന്നെ എന്നല്ല, നിങ്ങളുടേത്. നിങ്ങളുടേത്. ഇത് എന്റേതാണ്, ഇതെന്തായി? നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്നായി. വി എന്തായി മാറും? വി എന്തായി മാറും? അവേഴ്സ്, ഞങ്ങളുടേത് അല്ലെ? ഞങ്ങളുടേത് എന്നായി മാറും. എന്റേതാണ്, അതായത് ഞങ്ങളുടേതാണ്. യുവേഴ്സ് എന്റേതാണ്, നിങ്ങളുടേതാണ്. അവേഴ്സ് എന്തായി മാറും? ഞങ്ങളുടേതാണ്. ഹി എന്തായി മാറും? ഹി, ഹിസ് തന്നെയാണ്. എന്താണ്? അവന്റേതാണ്, അല്ലെങ്കിൽ അവന്റേത് എന്ന് പറയാൻ ഹിസ് തന്നെയായിട്ട് നിൽക്കും. ഇനി ഷീ, ഷീ എന്തായി മാറും? ഹേഴ്സ് ആയി മാറും. എന്താണ്? അവളുടേതാണ്. അവളുടേതാണ്, അല്ലെങ്കിൽ അവളുടേത് എന്ന് പറയാൻ എന്തായി മാറും? ഹേഴ്സ്. ഇവിടെ ഇങ്ങനെ ഒരു അപ്പർസ്ട്രോഫി ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവേഴ്സ് എന്ന് പറയാൻ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഹേഴ്സ് എന്ന് പറഞ്ഞാല് അവളുടേതാണ് എന്നായി മാറും. പിന്നെ ദേ, ഓക്കെ, ദേ എന്തായി മാറും? അവർ എന്നുള്ളത് എന്തായി മാറും? ദേഴ്സ് എന്നായി മാറും. അവരുടേതാണ്. ദേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേതാണ്. അപ്പൊ മൈൻ എന്റേതാണ്, യുവേഴ്സ് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ, അവേഴ്സ് ഞങ്ങളുടേതാണ്, ഹിസ് ഹിസ്സായി തന്നെയാണ്. ഹിസ് എന്ന് പറഞ്ഞാല് അപ്പൊ പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഹിസിന്റെ അർത്ഥം എന്തായി മാറും? അവന്റേതാണ് എന്നായി മാറും. ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടേതാണ്, ദേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേതാണ്. നിങ്ങൾ എഴുതി വെച്ചല്ലോ? എഴുതി വെച്ചല്ലോ? അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് 1, 2, 3, 4, 5 മൈൻ നമ്മൾ എഴുതി. ഓക്കെ, മൈനും കൂടെ എഴുതിക്കോ. മൈൻ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സെന്റൻസുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിന്റെ അത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. പക്ഷെ കുറേ പേരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ചെയ്യുക. ഞാൻ അടുത്ത നാളെ തന്നെ ആ കമന്റ് ബോക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ, വേറെ എന്തുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷം? ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ? വളരെ എനിക്ക് തോന്നുന്ന, എനിക്ക് ഒരു ദിവസം മുഴുവനും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും. കാരണം ഏറ്റവും സിമ്പിളായിട്ട് കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ആരും തന്നെ
ഒത്തിരി എന്താ പറയുക ഹൈലി എഡ്യൂക്കേറ്റഡ് ആയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് കുറച്ചും കൂടി അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഒന്നും തന്നെ ഇംഗ്ലീഷ് അറിയില്ലാത്തവരാണെന്ന് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലോട്ട് ഞാൻ എത്തിക്കണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നാളെ ഇനി എന്തെടുക്കണം എന്നുള്ളതാണെങ്കിൽ ഞാൻ ഇന്നേ പഠിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തരാം എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഓരോ എക്സാമ്പിൾ എടുത്തു വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാകുമോ എന്നൊക്കെ ഓർത്തും ചിന്തിച്ചും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വേറെ എന്താണ്, നമ്മുടെ ഓഗസ്റ്റ് 15 തുടങ്ങുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയണം, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ തന്നിരിക്കുന്നത്. അത് നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല സുഹൃത്തുക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നോട് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കണമെങ്കിൽ, ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ചോദിക്കണമെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വിളിക്കണം എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് വോയിസ് ചെയ്യാം കേട്ടോ. ഞാനിത് കേൾക്കുന്നതായിരിക്കും. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇതിന്റെ കാര്യം നിങ്ങൾ മറക്കരുതേ, ഹോംവർക്കിന്റെ കാര്യം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.